ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. കുറച്ചുനാളുള്ളിൽ ഡിവോഴ്സ് കിട്ടും. എല്ലാം ഞാൻ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത്തരം സെൻസിറ്റീവായ കാര്യങ്ങൾ ആദ്യമേ സംസാരിക്കുന്നതല്ലേ നല്ലത്. സോറി സുഭാഷേട്ടൻ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല. അതാ. ഡിവോഴ്സ് കിട്ടിയായിരുന്നു. ഒരു 2-3 മാസത്തിനുള്ളിൽ ഉറപ്പായും കിട്ടും. ഒരു 5-6 വർഷം എൻ്റെ മോൾ അയാളുടെ കൂടെ സഹിച്ച് ജീവിച്ചു. പറ്റാതായപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നയാ. ഇപ്പം ഞങ്ങളോടൊപ്പം 3 വർഷമായി. അതെ, ഇപ്പം തന്നെ 9 വർഷമായല്ലോ. അപ്പോൾ പ്രായം തോനെയും കാണുമായിരിക്കുമല്ലോ. അത് കണ്ടാലും പറയും. ഡിവോഴ്സ് മുന്നേ കിട്ടിയനെ അയാൾ തരില്ല എന്ന് കുറേ വാശി കാണിച്ചു. ഇപ്പോഴാണ് എല്ലാം ശരിയായത്. മുമ്പ് പറ്റിയ തെറ്റ് ആവർത്തിക്കല്ലേ എന്ന് കരുതിയാണ് ഈ അലയൻസ് വന്നപ്പോൾ എല്ലാം ആദ്യം മുതൽ ജയന്തിക്ക് ബോധ്യപ്പെട്ടിട്ട് മതിയെന്ന് വിചാരിച്ചത്. അല്ല, ചെറുക്കൻ എന്ത് മാസവരുമാനം കാണും. അത് പണി പോലെ ഇരിക്കും. സുഭാഷിനെ പോലെ ഒരു ചെറുക്കന് വീട്ടിൽ ഇരിക്കാൻ നേരം കാണത്തില്ല. മോക്ക് എന്ത് പ്രായമുണ്ട്? എനിക്ക് 35 വയസ്സാവുന്നു. 35 വയസ്സോ? അതെ, അതൊക്കെ ഞങ്ങൾ സംസാരിച്ചതാ. എനിക്കൊരു പ്രശ്നവുമില്ല. സുഭാഷിനെക്കാട്ടിലും 3 വയസ്സ് കൂടുതലാന്നേലേ ഉള്ളൂ. അതൊക്കെ ഇപ്പം ആരാ നോക്കുന്നത്? ഞങ്ങൾ നോക്കും. പറഞ്ഞാൽ കേൾക്കാത്തവന്മാര്. അച്ഛനൊന്നും മിണ്ടാതിരി. എല്ലാം ആദ്യമേ സമ്മതിച്ചിട്ടാണ് വിളിച്ചത്. സുഭാഷ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ എല്ലാത്തിനും തയ്യാറായിട്ടാണ് വന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. അന്ന് വേണമെങ്കിൽ നിശ്ചയം നടത്താം. നിശ്ചയോ? വീട്ടിലെ കാരണവരല്ലേ പറയണ്ടേ? പറയൂ ഭാസ്കരേട്ടാ, നമുക്കതൊന്ന് ഉറപ്പിക്കാം. പിന്നെ എല്ലാം എന്നോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നേ. മാറി നിൽക്കടാ ഭാസ്കരേട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അച്ഛൻ എണീറ്റ് പോകുന്നു. എന്താ സുഭാഷേ? ഞാൻ അച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച നിശ്ചയം നടത്താവല്ലോ. സുഭാഷ് പറ. ആവാം. അപ്പോൾ ഞങ്ങൾ സമയം നോക്കി അറിയിക്കാം. ഞങ്ങൾ വരട്ടെ. എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നുണ്ട്. സുഭാഷേട്ട ഒന്ന് നിന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം പിന്നെ കുടിക്കാം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഇതിനാണോ ഞങ്ങളോട് ആരോടും ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചിട്ട് വന്നേ? അതിനെന്താടാ? നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്കൂടെ ആഗ്രഹമല്ലായിരുന്നോ? അതിനിങ്ങനൊരു വഴിയാണോ നോക്കുന്നേ? ആ പെണ്ണിനെ പറ്റിയോ ആ പെണ്ണിൻ്റെ കുടുംബത്തെ പറ്റിയോ ഒന്നും അന്വേഷിക്കാതെ ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ എല്ലാം ഉറപ്പിച്ചിട്ട് വന്ന എന്തിനാ? ശരി, ആയിക്കോട്ടെ. ഇതാ വേണ്ട ബന്ധമെന്ന് സുഭാഷേട്ടൻ ഉറപ്പുണ്ടോ? സുഭാഷേട്ടാ, സെക്കൻഡ് മാരേജിന് ഒരുങ്ങുന്ന പെണ്ണ് തന്നെ വേണോ? അതിനെന്താടാ? ഒരു ബന്ധം ശരിയായില്ലെന്ന് പറഞ്ഞ് മറ്റൊരു കല്യാണം കഴിക്കുന്നത് അത്ര തെറ്റായ കാര്യമാണോ? ഈ ചേട്ടൻ ഇതെന്താ? ചേട്ടൻ്റെ 2ാം കല്യാണമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതങ്ങനെയല്ലല്ലോ. പിന്നെ ചേട്ടനെക്കാട്ടിലും പ്രായം കൂടിയ ആള്. അങ്ങനെയുള്ളപ്പോൾ തിരക്കിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമെന്ത്? ആ വീട്ടുകാരെ, ആ സ്ത്രീയെ ഞങ്ങൾ തെറ്റു പറയുന്നില്ല. സുഭാഷേട്ടൻ്റെ കാര്യമാണ് ഞങ്ങൾ നോക്കേണ്ടത്. നമ്മൾ എത്ര വീട്ടിൽ പെണ്ണ് കാണാൻ പോയി? ഏതെങ്കിലും ഒരു പെൺവീട്ടുകാർ ഇങ്ങോട്ട് വന്ന് ചെറുക്കനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എന്താ? ആ കുട്ടി ഇങ്ങോട്ട് വന്നതോ? ഇതത്ര പഴയ കാലമൊന്നും അല്ലല്ലോ. അപ്പം കാര്യങ്ങൾ മാറത്തില്ലയോ? ആയിക്കോട്ടെ, സെക്കൻഡറി മാരേജ് ആയാലും ആ കുട്ടി ഇങ്ങോട്ട് വന്നത് സമ്മതിച്ചു. പക്ഷേ അവരെ പറ്റി നല്ലവണ്ണം അന്വേഷിച്ചിട്ടാണോ സുഭാഷേട്ടൻ സമ്മതിച്ചത്? അവരുടെ സംസാരത്തെ അനാവശ്യമായിട്ട് ഒരു തിടുക്കമുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോ? കറക്റ്റ്. സാധാരണ ഒരു വീട്ടിൽ ആ വീട്ടിലെ കാരണവർ സംസാര മധ്യേ ഇറങ്ങിപ്പോയാൽ ഫീൽ ആവേണ്ടതാ. അവരത് കാര്യമാക്കിയേ ഇല്ല. ശരിയാ. മാത്രവുമല്ല, ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴേ നിശ്ചയത്തിന്റെ തീയതിയും കുറിച്ച് വരുക. എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച നിശ്ചയം നടത്തിയാൽ മതിയെന്ന അവർക്ക്. ശരിയാ. നമ്മളാരും വീടും പരിസരവും കണ്ടിട്ട് പോലും ഇല്ല. എല്ലാം നിശ്ചയത്തിൻ്റെ അന്ന് കാണാമല്ലോ മോളെ. അതെങ്ങനെയാ സുഭാഷേട്ടാ? നിശ്ചയം കഴിഞ്ഞാൽ നമുക്ക് പിൻവാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ സുഭാഷേട്ടാ? നീയും ഇപ്പം ഇവരോട് ചേർന്ന് സംസാരിക്കുവാന്നോ മോളെ? എനിക്ക് കല്യാണം നടക്കണമെന്ന് നിങ്ങൾ അത്ര ആഗ്രഹിച്ചതല്ലയോ? അവരത്ര തിടുക്കമൊന്നും കാണിച്ചിട്ടില്ല മോളെ. ഞാൻ കുറേ നാളോട്ട് ബ്രോക്കറോട് കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലേ. ശരി, സമ്മതിച്ചു. എന്തിനാ ഇത്ര പെട്ടെന്ന് നിശ്ചയം നടത്തുന്നേ? ഡിവോഴ്സ് കിട്ടാൻ ഇനി 3 മാസം എടുക്കുമെന്ന് അവർ തന്നെ പറഞ്ഞല്ലയോ? അത് കിട്ടിയതിന് ശേഷം നിശ്ചയം നടത്തിയ പോരെ? മതി. എടാ, അവർ പറഞ്ഞില്ലേ അന്നൊരു നല്ല ദിവസമാണെന്ന്? ആ ദിവസം ഇല്ലെങ്കിൽ വേറൊരു ദിവസം കാണത്തില്ലല്ലേ? ഇത് ശരിയാവില്ല സുഭാഷേട്ടാ. എന്ത് വർത്തമാനാ നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ കല്യാണം കഴിക്കാതിരുന്നപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അതും പ്രശ്നമായോ? സുഭാഷേട്ടൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. പക്ഷെ ഇങ്ങനെയാണോന്നാ വിചാരിക്കുന്നത്? ആ വീട്ടുകാർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. അത് ശരിയാ. നിധി പറഞ്ഞത് ശരിയാണ്. എടാ, അങ്ങനൊന്നും പറയല്ലേ സുധീഷേ. ഞാൻ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ ബ്രോക്കറുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചതാ. ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുകയും ചെയ്തു. എന്താടാ, ആ 2ാം കെട്ടിയാരെ ഭാര്യയായിട്ട് കാണാൻ നീ അങ്ങ് തീരുമാനിച്ചോ? അതെ അച്ഛാ. നിനക്കെന്തിനാടാ ഇങ്ങനൊരു കല്യാണം? നിന്നെക്കാട്ടിലും അവള് മൂത്തയല്ലയോ? ആ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തേ. ഇനി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട. സുഭാഷേട്ടാ, ഡിവോഴ്സ് പോലും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചയം നടത്താം. എന്തിനാ ഇപ്പം ഇങ്ങനെ ധൃതി പിടിക്കുന്നേ?
അവരിത്രയും വർഷം കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നാളൂടെയല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ മാത്രം കുഴപ്പമെന്താ? എടാ ഭാസ്കരൻ കുറേ ആളിനെ കണ്ടു, ആ അനുഭവം വെച്ച് പറയുക. ആ കുടുംബ പെശക, അച്ഛനും അമ്മയും അമ്മായി ആ പെണ്ണും അടക്കം എല്ലാം പെശക. ഓർമ്മ വെച്ചോ നീ, അവർക്ക് അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ രണ്ടാം കെട്ടിന് തയ്യാറായ പെണ്ണിനെ കൊണ്ട് ആദ്യ വിവാഹത്തിനുള്ള ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറി വരുവോ? ശരിയല്ലേ? ആദ്യത്തെ വിവാഹം പ്രശ്നമായതുകൊണ്ട് എല്ലാം ആ കുട്ടി കണ്ടു ചെയ്യാൻ വരുവാണെന്ന് പറഞ്ഞില്ലേ അവര്? കോപ്പ, നീ ആദ്യം നോക്കിയും കണ്ടും ചെയ്യടാ കാര്യങ്ങള്. കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തല വെക്കാൻ പറ്റുമോ? ഇത് നിന്റെ ജീവിതമാ, നീയാണ് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛൻ അതൊക്കെ പറയും, നിങ്ങളത് കാര്യമാക്കണ്ട. എല്ലാം നല്ലതിന് വേണ്ടിയാ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ചെല്ല്. സുഭാഷ് ചേട്ടാ, സുഭാഷ് എന്നെ കാണിക്കുന്ന രാത്രിയാണ്, നമ്മൾ കൂടുതൽ ആലോചിക്കണ്ട. സുഭാഷ് ചേട്ടൻ ഈ വിവാഹത്തിന് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണ്ട. അല്ലേ? അതെ. ഇനി എന്നാ വരുന്ന പോലെ വരട്ടെ. നികേഷേ, എന്താടാ പേടി തോന്നുന്നു ഏട്ടത്തി? ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, എല്ലാം നല്ല നിലയെ അവസാനിക്കും. മതി, ഇനി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ട. സുഭാഷ് ചേട്ടൻ കേട്ട ആൾക്കും അത് വിഷമമാവും. ഡാ, നീ കാല് മാറ്റിയ, ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. സുധീഷ് ചേട്ടാ, ഞാനുമുണ്ട്, എനിക്കിവിടെ ഇരിക്കാൻ തോന്നില്ല. എന്നാ വാ. വാ നികേഷേ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. രാത്രി ഒന്നുമില്ല, വിശപ്പില്ല ഏട്ടത്തി. നമുക്ക് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം, പക്ഷേ സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. നമ്മൾ എല്ലാവരും എതിർത്ത് നിന്നത് ആളിനെ നല്ലവണ്ണക്ക് വിഷമിപ്പിച്ചിട്ടുണ്ട്. കുറേ നേരമായി അകത്ത് പോയി കിടക്കാൻ തുടങ്ങിയിട്ട്. നീ വാ. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെ, ആ മോള് ചായ ഇട്ടോ? എന്നാ സുഭാഷ് ചേട്ടനും എടുക്കട്ടെ. ആ ദാ സുഭാഷ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സത്യം പറയണം. ഞാൻ എന്തിനാ മോളോട് നുണ പറയുന്നേ? ആ വിശ്വാസത്തിലാ ചോദിക്കുന്നേ, തെറ്റായിട്ട് എടുക്കല്ലേ. എന്നാലും ഞാൻ ചോദിക്കുക, സുഭാഷ് ചേട്ടന് ശരിക്കും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? എന്താ മോളെ എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്? ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിച്ച് തന്നെയാണോ ഈ തീരുമാനം എടുത്തത്? എനിക്ക് സന്തോഷം തന്നെയാണ് മോളെ. എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് തീരുമാനിച്ചതല്ലല്ലോ. ആ കുട്ടി ഡിവോഴ്സ് ആയതുകൊണ്ടാണോ? അങ്ങനെയുള്ളവർ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ. അയ്യോ, അതൊന്നുമല്ല. അതിലൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല. പിന്നെന്താ, ആ കുട്ടിക്ക് പ്രായക്കൂടുതൽ കൊണ്ടാണോ? അത് രണ്ടുപേരുമുള്ള തീരുമാനമല്ലയോ? അതിലൊന്നും ഞാൻ തെറ്റ് പറയത്തില്ല. പിന്നെന്താ പ്രശ്നം? എനിക്ക് ഈ കല്യാണത്തിൻ്റെ പ്രോസസ്സിലാ പ്രശ്നം. ഇത്തിരി പെട്ടെന്നായോ ഒരു സംശയം. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കിട്ടിയാൽ മതിയെന്ന് സുഭാഷ് ചേട്ടൻ വിചാരിക്കുന്ന പോലെ. നമ്മൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടില്ല, അവരെ പറ്റി അന്വേഷിച്ചിട്ടില്ല. അപ്പോഴത്തേന് നിശ്ചയം വരെ തീരുമാനിച്ചു. അതാണ്, എല്ലാ തീരുമാനവും അവരെടുക്കുന്നു, നമ്മൾ വെറുതെ ഓക്കെ മാത്രം പറയുന്നു. ആ കുട്ടി നമ്മളെപ്പോലെയുള്ള ജോയി ഫാമിലി കഴിയുമോ? അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അനിയന്മാരും അവസാനം വരെ ഒരുമിച്ച് കാണുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാകെയുള്ള ഡിമാൻഡ് അതായിരുന്നു. അതിന് ആ കുട്ടി ഓക്കെ ആയിരുന്നു. ഉറപ്പാണല്ലോ? ഓക്കെ ആണ് മോളെ. അതുകൊണ്ടല്ലേ ആ കുട്ടി വന്ന് വീടൊക്കെ കണ്ടിട്ട് പോയത്. എന്നിട്ടും ആ കുട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ എടുത്തു ചോദിക്കുന്നതേ? ഈ സുഭാഷ് ചേട്ടൻ ഈ കുടുംബം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് ആ കുട്ടി മാറി താമസിക്കണമെന്ന് പറഞ്ഞാലേ സുഭാഷ് ചേട്ടൻ അത് താങ്ങാൻ പറ്റത്തില്ലെന്നും എനിക്കറിയാം. ആ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലേ? ഒന്നും ഉണ്ടാവില്ല മോളെ. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക. സുഭാഷ് ചേട്ടൻ ഓക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെയാണ്. സുഭാഷ് ചേട്ടൻ ആ കുട്ടിയോട് ഒരു നേരമല്ലേ സംസാരിച്ചിട്ടുള്ളൂ? അതെ. എത്ര നേരം? ഒരു അരമണിക്കൂർ. അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല? ഇല്ല. നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിന് അരമണിക്കൂർ മതിയോ? അത് ധാരാളമല്ലേ? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ ഒരു സംശയം? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവില്ലയോ? സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണത്തില്ലയോ? രണ്ടുപേരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണ്ടായോ? എനിക്ക് തന്നെ എത്ര സംശയമാണ്. അതൊക്കെ നിങ്ങൾക്കും ഉണ്ടാവത്തില്ലയോ? സുഭാഷ് ചേട്ടൻ ആ കുട്ടിയോട് സംസാരിക്കണം. നിശ്ചയം കഴിഞ്ഞാലും കല്യാണത്തിന് സമയം ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സുഭാഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഉണ്ടാവില്ലെന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന തെറ്റായി എടുക്കണ്ട. ശരി. ഇതെന്താ വണ്ടിയൊക്കെ തുടയ്ക്കുന്നേ? വണ്ടിയിലാണോ പോന്നേ? അതെ. സാധാരണ ബസ്സിലല്ലേ പോന്നേ, അതുകൊണ്ട് ചോദിച്ചാ. ഇതെന്താ വെറുതെ മൂടിയിടാൻ മേടിച്ചാണോ? ഇയാൾ തന്നെയല്ലേ റോഡിൽ മുഴുവൻ വലിയ വണ്ടികളാണെന്ന് പറഞ്ഞ്? വെയിൽ കൊള്ളുമ്പോൾ പ്രശ്നം, മഴ പ്രശ്നം. പറഞ്ഞതൊക്കെ തന്നെയാ. എനിക്കിപ്പോൾ വണ്ടി പോകാൻ തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. അല്ല നിധി, ഞാൻ തുടച്ചു കയറണോ? സഹായിക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ. അല്ല, ബസ്സിൽ പോകാത്തതിൻ്റെ കാരണം പറഞ്ഞില്ല. ബസ് സ്റ്റോപ്പിലെ ചില അലവലാദികളെ വായി നോക്കാൻ നിൽക്കും. അത് ഒഴിവാക്കാനാ. എന്താ മതിയോ? പറയുന്നതേ എന്നെ പറ്റിയാണ്, എന്നാലും കേൾക്കാം. അല്ല നിധി, ആരവിടെ വന്ന് നിൽക്കുന്നത്? അലവലാതി എന്ന് പറഞ്ഞില്ലേ, അപ്പം അറിഞ്ഞൂടെയോ? എന്തു പറ്റി? സ്റ്റാർട്ടാവുന്നില്ലയോ? ഒന്നുകൂടെ നോക്ക്. ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ടാക്കി തരാം. വേണ്ട കേട്ടോ. ഓക്കെ.
നിധി ഇത് സ്റ്റാർട്ടാവുന്നില്ലേ, ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാ, എന്നിട്ട് എൻ്റെ ബൈക്കിൽ കയറ്റി ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുക, അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതി. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് എന്തായാലും ബസ് സ്റ്റോപ്പിൽ പോകണം. അവിടെ ഗായത്രി അല്ല ഗായു ഉണ്ട്, അവളെ ഒന്ന് കാണണം. ഏത്? എന്നെ കാത്തു നിൽക്കുന്നവളെ നിരാശപ്പെടുത്തരുത്. ഏതായാലും ഞാൻ അവിടെ വരെ പോയില്ലയോ, ഒരു സഹായം എന്ന രീതിയിൽ ഞാൻ അവിടെ ആക്കാം. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഗായുവിനെ ഈ കളർ ഇഷ്ടമാവുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അവക്ക് ഇഷ്ടമാവോന്ന് അവളോട് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. നിധി പോകുന്നു. ആഹാ, അപ്പം ഞാൻ മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയുന്നത് പിടിക്കുന്നില്ലല്ലേ? അതിനർത്ഥം ഉള്ളിൽ എന്നെ ഇഷ്ടമാണെന്നല്ലേ? ഞാൻ ദാ പിന്നാലെ വരുന്നു. എന്താ ഈ കാണിക്കുന്നത്? വെറുതെ ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടി വന്നതാ. എനിക്കൊരു കമ്പനിയും വേണ്ട. നിങ്ങളുടെ ബൈക്കിന് സ്പീഡുള്ളതല്ലയോ, ഓടിച്ചു പൊക്കൂടെയോ? മുന്നിലും പിന്നിലും വരാനല്ല ഇഷ്ടം, എനിക്കൊപ്പം വരാനാണ് ഇഷ്ടം. എന്ത്? ഞാൻ വേണമെങ്കിൽ പിന്നിൽ വരാം. പിന്നിലും മുന്നിലും വരണ്ട, വേഗം പോയാൽ മതി. എനിക്ക് തിരക്കില്ല. എനിക്ക് കാണേണ്ട ആള് ബസ് സ്റ്റോപ്പിൽ തന്നെ കാണും, എങ്ങോട്ടും പോവില്ല. ഒരാൾ കണ്ടേച്ചാലും മതി. എന്താ പറഞ്ഞേ? നിങ്ങൾ കേൾക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.